അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വലാത്തില്ലപ്പോൾ ചില അത്ഭുതങ്ങൾ അവരുടെ വീട്ടിലുണ്ടായി. ഒരു പ്രത്യേകമായ സുഗന്ധം വന്നു. ആ സുഗന്ധം അവിടെ കെട്ടി നിന്നു. പല ആളുകളും വന്നു. അവരൊക്കെ ആ സുഗന്ധം ആസ്വദിച്ചു. ആ വീട് കാണാൻ ഈ ആഴ്ച ഞാൻ പോയിരുന്നു. സ്വലാത്തായ പെണ്ണാണ്. ആയിരക്കണക്കിന് സ്വലാത്തിലുണ്ട്. സ്വലാത്തില്ലാത്ത പണിയില്ല. ഞാവും പകലും. ചെറുപ്പക്കാരത്തി പെണ്ണാണ്. കുട്ടികളും ഭർത്താവൊക്കെ ഉള്ള പെണ്ണാണ്. അള്ളാഹു തആല ഖൈറൊക്കെ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കരിഞ്ഞു, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കരിഞ്ഞു, മദീന എന്ന് പറഞ്ഞാൽ കരിഞ്ഞു, റസൂലുള്ളാഹിന്റെ പേര് കേട്ടോ കരിഞ്ഞു, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കരിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഉണ്ട്. ആരൊക്കെ ഒന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും ജീവിച്ചിട്ടുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയി. ഇന്ന് ഈ വെള്ളിയാഴ്ച മഴ കഴിഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ പോയി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മോഷാക്കൻ്റെയോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് രഹസ്യകാര്യം പറയാം. ഞാൻ പണ്ടേ തുടങ്ങിയതാ. ഒരു 20,000 സ്വലാത്തെങ്കിലും ദിവസം ചെല്ലും. അമ്മോഷാക്ക ഉള്ള ആളുകൾ 20,000 സ്വലാത്തുകൾ ചെല്ലുന്നവരെ എനിക്കറിയാമെന്ന് ഞാൻ കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോൾ വാബികൾ എന്നെ കളിയാക്കി. ومن فيلك الجاري البحار تموج أحمد يا طه الأمين محمدا عليك سلام دونه المسك يرج ومن طيبه طاب الجنان ونشره به فاح مسك والكبا والبنفسج ومن حسنه نحور الجنان تزينت ومنه جلال النار تتأجج. റിയാവുക അങ്ങയുടെ പ്രഭ മിൻഹു ആ പ്രഭയിൽ നിന്നാണ് അൽ കൗനു അൽ കൗന പ്രപഞ്ചത്തെ ആ പ്രപഞ്ചത്തെ കദിയതബല്ലജു അത് പ്രകാശിച്ചത്. അതിൽ നിന്നാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ പ്രഭയായത് അവിടുത്തെ പ്രകാശത്തിൽ നിന്നാണ്. റിയാവുക അങ്ങയുടെ പ്രകാശമുണ്ടല്ലോ, മിനുഹു ആ പ്രകാശത്തിൽ നിന്നാണ് അൽ കൗന പ്രപഞ്ചത്തെ കദിയതബല്ലജു അതിന്റെ പ്രപഞ്ചത്തിന്റെ തബല്ലുജ് ഉണ്ടായത്. ആ പ്രപഞ്ചത്തെ പ്രഭയായി പ്രഭ ചൊരിഞ്ഞത് അങ്ങയുടെ ആ പ്രകാശത്തിൽ നിന്നാണ്. യുശ്രിഖു യതവല്ലജു എന്ന് പറഞ്ഞാൽ യുശ്രിഖു എന്ന അർത്ഥത്തിൽ. അതായത് ഈ പ്രകാശമെല്ലാം, ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശമെല്ലാം അങ്ങയുടെ പ്രഭയിൽ നിന്നാണല്ലോ നബി. ومن فيلك الجاري البحار تموج من فيلك അല്ലാഹു അങ്ങേക്ക് തന്ന അനന്തമായ ഒഴുക്കിൽ നിന്നാണല്ലോ അൽ ജാരി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കിൽ നിന്നാണല്ലോ അൽ ബിഹാറു സമുദ്രങ്ങൾ അതുകൊണ്ട് അതിൽ നിന്നാണല്ലോ ഈ അലയാഴിയിലെ ആ തിരമാലകൾ പോലും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. من فيلك الجاري ومن فيلك الجاري بحار تموج സമുദ്രത്തിൽ അലയാഴിയിൽ തിരമാലകൾ അലയടിച്ചത് അങ്ങയുടെ അള്ളാഹു നൽകുന്ന ആ ഫൈലാനിൽ നിന്നാണ്. ഒരിക്കലും തീരാത്ത ഒഴുക്കാണ് അങ്ങേക്ക് തന്നിട്ടുള്ളത് പുണ്യ റസൂൽ മുസ്തഫ. ആ ഒഴുക്കിന് അവസാനമല്ല, അത് ലോകാവസാനം വരെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അഹ്മദു യാ ത്വാഹൽ അമീനു മുഹമ്മദാ അലൈക സലാമുൻ ദൂനഹുൽ മിസ്കു യറജു. അഹ്മദു അഹ്മദായിട്ടുള്ളവരെ, യാ ത്വാഹ ത്വാഹയായിട്ടുള്ളവരെ, അൽ അമീനു അമീനായിട്ടുള്ളവരെ, യാ യുനാദാ മുഹമ്മദാ ഏ മുഹമ്മദ് എന്ന് വിളിക്കപ്പെടുന്നവരെ എന്നർത്ഥം. അലൈക അങ്ങയുടെ മേൽ ഉണ്ടാവട്ടെ സലാമുൻ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ദൂനഹു അഹ്മദിന്റെ താഴെയാണ് അൽ മിസ്കു കസ്തൂരി യറജു അത് സുഗന്ധം പരത്തുന്നത്. അങ്ങയുടെ സുഗന്ധം ഏതായാലും കസ്തൂരിക്കില്ല. അങ്ങയുടെ താഴെയാണ് കസ്തൂരിയുടെ സുഗന്ധം. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിക്ക് പോയാൽ 3 ദിവസമെങ്കിലും അവിടെ കസ്തൂരിയുടെ വാസന കെട്ടി നിൽക്കും. 3 ദിവസം. റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാലിഹത്തായ പെണ്ണ് എപ്പോഴും സ്വലാത്ത് ചൊല്ലും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ചില അത്ഭുതങ്ങൾ അവരുടെ വീട്ടിലുണ്ടായി. ഒരു പ്രത്യേകമായ സുഗന്ധം വന്നു. ആ സുഗന്ധം അവിടെ കെട്ടി നിന്നു. പല ആളുകളും വന്നു. അവരൊക്കെ ആ സുഗന്ധം ആസ്വദിച്ചു. ആ വീട് കാണാൻ ഈ ആഴ്ച ഞാൻ പോയിരുന്നു. സാലിഹത്തായ പെണ്ണാണ്. ആയിരക്കണക്കിന് സ്വലാത്തിലുണ്ട്. സ്വലാത്തില്ലാത്ത പണിയില്ല. ഞാവും പകലും. ചെറുപ്പക്കാരത്തി പെണ്ണാണ്. കുട്ടികളും ഭർത്താവൊക്കെ ഉള്ള പെണ്ണാണ്.
അള്ളാഹു തആല ഖൈറൊക്കെ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കരിഞ്ഞു, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കരിഞ്ഞു, മദീന എന്ന് പറഞ്ഞാൽ കരിഞ്ഞു, റസൂലുള്ളാഹിന് പേര് കേട്ടോ കരിഞ്ഞു, റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കരിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ ഇന്നും ജീവിച്ചിട്ടുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയി. ഇന്ന് ഈ വെള്ളിയാഴ്ച മഴ കഴിഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ പോയി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മോശാക്കൻ്റെയോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് രഹസ്യകാര്യം പറയാം. ഞാൻ പണ്ട് തുടങ്ങിയതാ, ഒരു 20,000 സ്വലാത്തെങ്കിലും ദിവസം ചെല്ലും. അമ്മോശാക്ക ഉള്ള ആളുകൾ 20,000 സ്വലാത്തുകൾ ചെല്ലുന്നവരെ എനിക്കറിയാമെന്ന് ഞാൻ കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോൾ വാബികൾ എന്നെ കളിയാക്കി. ഞാൻ സുന്നികളൊന്നും സഹായത്തിനൊന്നുമില്ല, ഒരുക്കും തൊട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും. ദിയാച്ചനോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് സ്വാലിയ മനുഷ്യന് 20,000 ചുരുങ്ങിയതുണ്ടാവും ഒരു ദിവസം. ഈ കുട്ടിക്ക് സ്വലാത്തല്ലാത്തൊരു പണിയില്ല. കസ്തൂരി വാസനിച്ച് നാട്ടുകാരൊക്കെ വന്ന് നോക്കിയിട്ട് കസ്തൂരി വേറെ അത്ഭുതങ്ങളുണ്ടായി. പിന്നെ അത് പറയുന്നതിൽ ഖൈറില്ലാത്തതുകൊണ്ട് പറയാത്ത ഒക്കെ ഇന്നും നടക്കുന്നുണ്ട്. ഇന്നും 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 അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ പുണ്യ റസൂലുള്ളാഹിന്റെ താഴെയാണ് അൽ മിസ്കു, കസ്തൂരി, റജു, സുഗന്ധപൂരിതമാകുന്നത്, സുഗന്ധം പൊഴിക്കുന്നത്, കസ്തൂരി സുഗന്ധം പൊഴിക്കുന്നത് ഹബീബിന്റെ താഴെയാണ്. ഹബീബ് ഒന്ന് വന്നാൽ മതി. ഹബീബ് വരൂ, ഹബീബ് വരാതെ, ഹബീബ് വരൂല്ലേ, വരാതെ വരോ. വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വരാതിരിക്കണ്. അള്ളാന്റെ ഹബീബ് 500 1000 കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. 1200 കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇപ്പൊ വരാതിരിക്കണ്? അവണ്ണം നമ്മുടെ അവളുടെ റൂഹുമ്മ ഇവിടെ വരുന്നോറ്. ഞാൻ സുന്നിയാളാന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് നടക്കുന്നവരെ അടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെ പറഞ്ഞാൽ ഓല കഥ കഴിയും. എദീത്ത് പറഞ്ഞാൽ ലൈഫാന്ന് ഓൽക്ക് പറയാം, ഇതിനോൽക്ക് പറയാൻ പറ്റില്ല. ഇതിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് സമസ്തൻ്റെ പഴയകാല മിനിസിലുണ്ട്. മങ്കൂസ് മൗലൂദും മൊയ്തീൻ മാലി, നിഫായ് മാലി നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. സമസ്തൻ്റെ ആദ്യകാല മിനിസിലുണ്ട്, മിനിസിൻ്റെ കയ്യിലുണ്ട്, പ്രസിദ്ധീകരിച്ച പുസ്തകൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല? സമസ്തയുടെ ആദ്യകാലത്തെ മിനിസുകളിൽപ്പെട്ടതാണ്. എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? മൊയ്തീമാരെ നിലനിർത്താൻ വേണ്ടിയാണ്. ആ മൊയ്തീമാരിലുള്ളതാണല്ലോ ഏത്? അവണ്ണം നമ്മുടെ അവരുടെ ഇവിടെ വരുന്നോറ്. അപ്പൊ ഹബീബ റസൂലുള്ളാഹിന്റെ റൂഹ് എവിടെ വരും? മൊയ്തീൻ ഷേഖിന്റെ സദസ്സിൽ വരും എന്ന് മൊഹദിമാരെയുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. നിശ്ചയിച്ച പിന്നെ നമ്മൾ പറഞ്ഞതിനൊക്കെ മേനെന്താ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാന്റെ ഹബീബ് എപ്പോഴും വരും. 25 വട്ടെങ്കിലും ഇന്ത്യ പോരയിൽ റസൂലുള്ള നേരിട്ട് വന്നിട്ടുണ്ടെന്ന് ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നുണ്ട്. 28 വട്ടെങ്കിലും പകൽ. ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജുമാ നിസ്കരിച്ച് പേരിൽ വന്ന് കയറിയപ്പോൾ റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബറൊക്കെ കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ഇറങ്ങിപ്പാഞ്ഞു, കൈ പിടിച്ചു കൊണ്ടുവന്നു പേരിലാക്കി. യഖ്ലത്തിൽ, എന്തല്ല മനാമല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? യഖ്ലത്തിൽ എപ്പോഴും വരാം എന്ന വിഷയത്തിൽ കിതാബുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലിക്ക് റളിയല്ലാഹു അൻഹു. 25 വട്ടെങ്കിലും ഇന്ത്യ പേരിൽ വന്നിട്ടുണ്ട്. പരസ്യമായിട്ട് റസൂലുള്ള വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു. ഒരു ദിവസം ജുമാ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ റസൂലുള്ള പുറത്തു പോകുമ്പോൾ റസൂലുള്ള കുന്നിറങ്ങി വരിക. ഞാൻ പാഞ്ഞു വന്നു, ഞാൻ കേട്ടിക്കൊണ്ടുവന്നു. ഇപ്പോഴും വരാം, വന്നോരുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? വന്നാൽ എന്താ അടയാളം ഉണ്ടാവുക? സുഗന്ധം. അത് ദിവസങ്ങൾ അവിടുന്ന് പോകൂല. അതിന് പകരം ഒരു സുഗന്ധവും ഇല്ല. അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ദൂനഹുൽ മിസ്ക്, ദൂനഹുൽ മിസ്ക്. ആ പുണ്യ റസൂലിന്റെ താഴെയാണ് കസ്തൂരിയുടെ സുഗന്ധം. യഗ്റജു, അത് സുഗന്ധം പൊഴിക്കുന്നത്, കസ്തൂരി സുഗന്ധം പൊഴിക്കുന്നത് ആരുടെ സുഗന്ധത്തിന്റെ താഴെയാണ്? ദൂനഹു, പുണ്യ റസൂലിന്റെ താഴെയാണ്. നോക്ക്. അഹ്മദു യാ ത്വാഹൽ അമീനു മുഹമ്മദ അലൈക സലാമുന്ദു നഹുൽ മിസ്കു യഗ്റജു ഫമിൻ ത്വയ്ബിഹി ത്വാബൽ ജിനാനു വനശ്റുഹു ബിഹി ഫാഹ മിസ്കു വൽ കിബാബൽ ബനഫ്സജു. ഫമിൻ ത്വയ്ബിഹി, ആ പുണ്യ റസൂലിന്റെ സുഗന്ധത്തിൽ നിന്നാണ് ത്വാബൽ ജിനാനു, സ്വർഗം സുഗന്ധപൂരിതമായത്. സ്വർഗത്തിലെ സുഗന്ധം, സ്വർഗത്തിന്റെ സുഗന്ധം പുണ്യ റസൂലിന് കിട്ടിയതാണ്. എന്റെ പുണ്യ റസൂലിന് കിട്ടിയ
കിട്ടിയതല്ലാത്ത ഒന്നുമില്ല. എല്ലാം വമിൻ നൂരിൽ മുസ്തഫ, സ്വർഗം. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നാണ് എന്തുണ്ടാക്കിയത്? സ്വർഗം. വമിൻ നൂരിഹി ഖുലിഖ ജിബ്രീൽ, സ്വാവിയിലുണ്ട്. വമിൻ നൂരിഹി ഖുലിഖ ജിബ്രീൽ വമീകായിൽ. ചിലർ പറയും റസൂലുള്ളാഹിന്റെ ഉസ്താദാണ്. അയ്യേ, ഞാനും പറഞ്ഞിരുന്നു അന്തല്ലാത്ത കാലത്ത് ഉസ്താദോ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ ഉസ്താദോ. എങ്ങനെ പറഞ്ഞു? അല്ലമഹു ശദീദുൽ ഖുവ. അതിന്റെ അർത്ഥം എന്താ? ഇൽമ പറഞ്ഞു കൊടുത്തു വെച്ചാൽ ഉസ്താദ് എന്ന് അതിനൊക്കെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ ഉസ്താദാക്കാൻ പോലെ ആരുമില്ല. ആരല്ലാതെ? അല്ലാഹു അല്ലാതെ. ഒന്നും പറയണ്ട. ഒക്കെ റസൂലുള്ളാഹിക്ക് അദബ് കേടാ. റസൂലുള്ളാഹിന്റെ നൂറിൽ നിന്ന് എടുത്തത് പടച്ചതാണ്. ആരെ പറയാം? ആരെ? ജിബ്രീലിനെ അലൈഹിസ്സലാം. സ്വാബിയിലുണ്ടാവും. അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. മിൻ തയ്യിബിഹി ത്വാബൽ ജിനാനു. ഓത് ചെല്ലിന്റെ കൂടെ കഴിഞ്ഞു ഇപ്പൊ തന്നെ. മിൻ തയ്യിബിഹി ത്വാബൽ ജിനാനു വൻശ്രുഹു ബിഹി ഫാഹ മിസ്കു വൽ കിബാവൽ ബനഫ്സജു. മിൻ തയ്യിബിഹി, പുണ്യ റസൂലുള്ളാഹിന്റെ ത്വയ്ബിൽ നിന്നാണ്, സുഗന്ധത്തിൽ നിന്നാണ്. ത്വാബൽ ജിനാനു, സ്വർഗം സുഗന്ധപൂരിതമായത്. സ്വർഗത്തിന്റെ സുഗന്ധം നബിന്റെ ശരീരത്തിന് കിട്ടിയതാ, നബിയിൽ നിന്ന് കിട്ടിയതാ. ആ നബിയുടെ സുഗന്ധത്തിന്റെ പ്രസിദ്ധിയാണ്, അതിന്റെ പ്രകാശനമാണ്, അത് പുറത്തു വന്നത് ആണ്. ബിഹി, അതുകൊണ്ടാണ് ഫാഹമിസ്കുൻ, കസ്തൂരിക്ക് സുഗന്ധം കിട്ടിയത്. വൽ കിബാ, ഊദിനും. വൽ ബനഫ്സജു, ബനഫ്സജ് പുഷ്പത്തിനും. നല്ല വാസനയുള്ള ഒരു പുഷ്പമാണ് ബനഫ്സജ്. പൂപ്പാതിരി പുഷ്പം എന്ന് പറയും മലയാളത്തിൽ. ബനഫ്സജ് പൂപ്പാതിരി പുഷ്പം. അതിന്റെ സുഗന്ധം കിട്ടിയത് മുസ്തഫ നബിയുടെ അറബികൾക്കിടയിൽ മാറൂഫായ ഒരു നല്ല പുഷ്പമാണ് പൂപ്പാതിരി, ബനഫ്സജ്. നമ്മൾ പൂപ്പാതിരി എന്ന് പറയും. ആ നബിയുടെ ത്വീബിന്റെ നശ്ർ, അത് പുറത്തു വന്നതാണ്. ബിഹി, അതുകൊണ്ടാണ് ഫാഹമിസ്കുൻ, കസ്തൂരിക്ക് സുഗന്ധം കിട്ടിയത്. കിബ എന്ന് പറഞ്ഞാല് കത്തിക്കപ്പെടുകയും അതിൽ നിന്ന് സുഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഊദ്, വൽ ബനഫ്സജു, ബനഫ്സജ് പുഷ്പവും ഒക്കെ. ومن حسنه حور الجنان تزينت ومنه جلال النار تأجج. ومن حسنه, ആ നബിയുടെ ഭംഗിയിൽ നിന്നാണ് ഹൂറുൽ ജിനാൻ, സ്വർഗത്തിലെ സുന്ദരി കുട്ടികൾക്ക് തസയ്യനത്ത്, ഭംഗി ഉണ്ടായത്. അങ്ങനൊക്കെയാണ് ഇവിടെ റസൂലുള്ളാഹിനെ പഠിച്ചൊക്കെ. അല്ലെങ്കിൽ സ്വർഗ്ഗല്ലേ അഷ്റഫുൽ ഖൽഖാണ്ട്, അല്ലെങ്കിൽ ഹൂറുലീനല്ലേ അഷ്റഫുൽ ഖൽഖാണ്ടത്. ഒന്നേ അഷ്റഫുൽ ഖൽഖുള്ളൂ, ബാക്കിയൊക്കെ ആ ഷറഫ് കിട്ടിയതാ. ആ സുഗന്ധത്തിന് സുഗന്ധം കിട്ടിയത്, ആ ബനഫ്സജിന് സുഗന്ധം കിട്ടിയത് നബിയുടെ സുഗന്ധത്തിനാണ്. ഈ ഹൂറുലീന് സൗന്ദര്യം കിട്ടിയത് നബിയുടെ സൗന്ദര്യത്തിൽ നിന്നാണ്. ഒക്കെ അസ്ലാര നബി. അല്ലാഹു തആല പടച്ച ആദ്യത്തെ അസ്ലിന് പിന്നെ അല്ലാഹ് പഠിച്ചു, ഒരു അസ്ലി പഠിച്ചു, അത് മുഹമ്മദാണ്. അന്നൂറുൽ മുഹമ്മദി. 3 ദിവസം എനിക്ക് കരിവാങ്ങലിൽ പ്രഭാഷണമുണ്ട്. അന്നൂറുൽ മുഹമ്മദി 2 ദിവസം കഴിഞ്ഞു. പ്രഭാഷണം കേൾക്കണമെന്ന് ഞാൻ എൻ്റെ പ്രസംഗമായതുകൊണ്ടല്ല, ഇതൊക്കെ ഒരു തൗഫീഖ് കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ആ പ്രസംഗം കേൾക്കണം. ഇന്നുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അള്ളാഹു മുസ്തഫ റസൂലുള്ളാഹിക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് പ്രസംഗിച്ചതാണ്. വേറെ ഒരു തയ്യാറെടുപ്പും ഇല്ല. മുസ്തഫ റസൂലുള്ളാഹിക്ക് ഒരു യാസീൻ ഫാത്തിഹ ഓതി. പിന്നെ ബഹുമാനപ്പെട്ട ഈ ബെയ്ത്ത് എഴുതിയ ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾക്കും ഒരു ഫാത്തിഹ ഓതി. എന്നിട്ട് പ്രസംഗിച്ചതാണ് 2 ദിവസത്തെ പ്രസംഗം. ആ പ്രസംഗം കേൾക്കണമെന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകളോട് താഴ്മയായി എൻ്റെ ശ്രോതാക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. പലതിലും ഉത്തരം അതിലുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സുന്നികൾക്ക് മറ്റൊരിക്കൽ നമുക്ക് തുമ്മലായ ആ കൂട്ടരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനിപ്പിക്കാൻ. ومن حسنه حور الجنان تزينت ومنه جلال النار تأجج. ومن حسنه, പുണ്യ റസൂലിന്റെ അഴകിൽ നിന്നാണ് ഹൂറുൽ ജിനാനി, സ്വർഗീയ അപ്സരസുകൾ, തസയ്യനത്ത്, ഭംഗിയുള്ളവരായത്. അപ്പൊ എന്താണ് ഹൂറുൽ കവായിബിന് സൗന്ദര്യം കിട്ടിയത്? ആരുടെ സൗന്ദര്യത്തിൽ നിന്നാണ്? മിൻ ഹുസ്നി മുഹമ്മദിൻ, സ്വർഗത്തിൽ സുഗന്ധം ഉണ്ടായത്. മിൻ ത്വീബി മുഹമ്മദിൻ, ബനഫ്സജ് പുഷ്പത്തിന് സുഗന്ധം ഉണ്ടായത്. മിൻ നൂരി മുഹമ്മദിൻ. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. റൂഹുൽ ബയാനിലുണ്ട് ഒരു സ്ഥലത്ത്, പിന്നെ അരി, ഗോതമ്പ് അതിൻ്റെ ഒക്കെ ഒരു കളറുണ്ട്.
മനസ്സിലായ? ചുവപ്പ് കലർന്ന ഒരു വെളുപ്പ്, മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനത്തെ ഒരു നിറം. ആ നിറം എവിടുന്ന് വന്നതാണ്? മിൻ അസ്ലി മുഹമ്മദിൻ. നെല്ലും അരിയും അള്ളാഹു സുബ്ഹാനഹു തആല പഠിച്ചത് എന്തിൽ നിന്നാണ്? അതാണല്ലോ ധാന്യം. അതിനല്ലേ മനുഷ്യന് ആരോഗ്യം. അത് എവിടുന്ന് പഠിച്ചതാണ്? മിൻ നൂരി മുഹമ്മദ്. അവിടുന്ന് നമ്മൾ പോയതാണ് ക്യാൻസറിന് കാരണം. ഞാൻ പിന്നെ മനസ്സിലാക്കാണ് അതേതാ? തവിടുണ്ട് ഇല്ല ഒരവസ്ഥ ഉണ്ടല്ലോ. അതായത് തവിടിന്റെ കട്ടിയല്ല, എന്നാ തവിടില്ലായ്മയല്ല. പഴയ കാലത്ത് നമ്മൾ ഇല്ലേ പറയും, കുറച്ച് വയസ്സുള്ളവർ പറഞ്ഞു തരും, പഴയ കാലത്ത് നമ്മളെ പുരയിൽ ഉമ്മയും പണിക്കാരത്തി പെണ്ണുങ്ങളൊക്കെ കുത്തിയിട്ടൊരു അരി ആക്കുമല്ലോ. ആ അരിയാണോ ഒന്നത്തെ അരി? അല്ല, ഇന്നത്തെ വൈറ്റാണ്. ഈ വൈറ്റ് എന്തുണ്ടാക്കും? മനസ്സിലാ? 4 വൈറ്റിൽ നിന്നാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. ഒരു വൈറ്റ് ഉപ്പ്, ഇന്നത്തെ പുതിയ ഉപ്പ്. ഇന്നത്തെ പുതിയ ഉപ്പ്. 2 പഞ്ചസാര, 3 വെളുത്ത അരി, 4 മൈദ. ഈ 4 ക്യാൻസർ ഉണ്ടാക്കും. ഏതൊക്കെ? ഇന്നത്തെ ഉപ്പ്. ഞാൻ ഉപ്പ് ഉപയോഗിക്കലില്ല, എൻ്റെ വീട്ടിൽ ഹറാമാക്കിയിട്ടുണ്ട്. ഞാൻ ആവശ്യക്കാർക്ക് ഉപയോഗിച്ചോളൂ, എനിക്ക് തരരുത്, എനിക്ക് തരാൻ പാടില്ല. ഞാൻ റോക്ക് സാൾട്ടാണ് ഉപയോഗിക്കല്. അത് തവിട്ട് നിറമാണ്, റസൂലുള്ളാഹിന്റെ ഒരു കളറാണ്. അങ്ങനെ വെളുപ്പ് കലർന്ന ചുവപ്പും കലർന്ന അങ്ങനത്തെ കളറ് റോക്ക് സാൾട്ട്. മനസ്സിലായി? റോക്ക് സാൾട്ട് ഉപയോഗിക്കുന്നവർക്ക് കൈപ്പൊക്കാം. ഒരാളുണ്ട് റോക്ക് സാൾട്ട്, മനസ്സിലാണ്ട് പറഞ്ഞത്. റോക്ക് സാൾട്ടിന് വേറെ കളറാണ്. അതാണ് അസ്ല്. 2ാം നമ്പർ ഉപ്പാണ് കടലുപ്പ്, കല്ലുപ്പ്. 2ാം നമ്പറാ. റസൂലുള്ളാഹി ഉപയോഗിച്ചത് എന്തല്ല? റസൂലുള്ളാഹി ഉപയോഗിച്ച ഉപ്പ് എന്തല്ല? കടലുപ്പല്ല. ഇത് ഏതായാലും അല്ല. ഇത് ഇപ്പൊ 950 ശേഷം വന്നതാണ്. എന്ത്? ഇപ്പൊ വരുന്ന പൊടിയുപ്പില്ലേ, ആ പൊടിയുപ്പ് ഉപ്പന്നല്ല. ഉപ്പിന്റെ ഹോൾസെയിൽ ഡീലറിന്റെ നാട്ടിലേക്ക് 10 കൊല്ലം മുമ്പ് 2014 മറ്റോ വയലിനുണ്ട്. അങ്ങനെ വയലിന് ആളുകൾ എത്തിയിട്ടില്ല. അപ്പൊ പെരയിൽ കുറച്ചിരുന്ന് കണ്ട് വിശ്രമിച്ച് അയാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കരുത് കേട്ടോ ഉസ്താദെ, നിങ്ങൾ ഈ കല്ലുപ്പ് ഉപയോഗിച്ചാൽ മതി, ഇത് ഉപ്പ് ഉപയോഗിക്കരുത് കാരണം. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ശാസ്ത്രജ്ഞനാണോ? അപ്പോൾ ഞാൻ ശാസ്ത്രജ്ഞനൊന്നല്ല, ഞാൻ ഈ പരിസരത്തൊക്കെ ഉപ്പിന്റെ ഹോൾസെയിൽ ഡീലറാണ്, എനിക്കതുണ്ടാകുന്നത് അറിയും. അതെന്തല്ല? ഇന്ന് നമ്മളെ വീട്ടിൽ വരുന്ന ഉപ്പ് എന്തല്ല? പറ ചങ്ങായി, എന്തല്ല? ഉപ്പല്ല, അത് കെമിക്കലാണ്. പഞ്ചസാര ഷുഗർ അല്ല, കെമിക്കലാണ്. പഞ്ചസാരയിൽ ക്യാൻസർ ഉണ്ടാവും, ഇന്നത്തെ ഉപ്പിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും, മൈദയിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും, പിന്നെ വൈറ്റായ അരിയിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും. ആ അരി ഒരു 25 കൊല്ലം ബാക്കിലേക്ക് കൊണ്ടുപോയ അരി അതല്ല, ഒരു കളറാണ്. അത് ചുവപ്പ് കലർന്ന വെളുപ്പും ചുവപ്പും കൂടിയൊരു കളറല്ലേ അന്നത്തെ അരി. അത് ആരോഗ്യദായകമാണ്. നാ കട്ട കറുപ്പല്ല, നാ കട്ട വെളുപ്പല്ല. അതിനെ അങ്ങനെയല്ലേ പറ്റങ്ങൾ ഒളിപ്പിക്കാൻ സമ്മതിക്കൂല. അമ്മയും മല്ലിനെയും പറയില്ല. അതിൽ എന്ത് വേണം? തവിട് വേണം. തവിടിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാവുക. തവിട് കലക്കി കൊടുക്കും. ആർക്ക്? ഓടാൻ കൊണ്ടുപോകുന്ന കാളകൾക്ക്. എൻ്റെ പാപ്പാന്റെ പേരിൽ കാളപൂട്ടിന് കൊണ്ടുപോകുന്ന കാളകൾ ഉണ്ടായിരുന്നു വല്യപ്പാന്റെ പേരിൽ. കൊല്ലങ്ങളോളം വല്യാപ്പ വലിയ കാളോട്ടിക്കാരനായിരുന്നു. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പൊ അവറ്റങ്ങൾക്ക് കൊടുക്കുക എന്താണ്? തവിട് പറ്റപ്പോകാത്ത അരി നമ്മൾ ഉപയോഗിക്കും. അതിന് ലേശം ആ കട്ട തവിട് ആർക്ക് കൊടുക്കും? കലക്കി കൊടുക്കും. ആർക്ക്? കാളകൾക്ക്. കാളക്ക് ആരോഗ്യം ഉണ്ടാവും. ഇന്നത്തെ ചോറിന്നാൽ അനാരോഗ്യം ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമല്ല, കുട്ടികൾക്കതല്ലാതെ വേണ്ട. അപ്പൊ ഈ റൂഹുൽ ബയാനിലുണ്ട് നെല്ല്, ഗോതമ്പ്, ഇതിന്റെ അസിൽ എവിടുന്ന് വന്നതാണ്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ തവിട്ട് കലർന്ന വെളുപ്പ് കലർന്ന തവിട്ട് നിറം അറിയില്ലേ? ആ നിറം ഉണ്ടല്ലോ, വെളുപ്പ് കലർന്ന തവിട്ട് നിറല്ലേ, ആ നിറത്തിൽ അരി തിന്നോളി. അതിന് നബിയുമായി ബന്ധമുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു ഏതാണ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒക്കെ നബിയാ. അതായത് ഞാനും ഇജും തിന്നണ അരി നബിയോട് ബന്ധിപ്പിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. നബിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവും. ഇന്ന് ക്യാൻസർ ഉണ്ടാകാൻ കാരണം അത് എവിടുന്ന് ഒഴിവാക്കി? നബീന്നുകൊണ്ട് ഒഴിവാക്കിയിട്ട് മൊച്ചക്കുരങ്ങളായ യൂറോപ്യന്മാരെ പോലെ അരി ഉണ്ടാക്കി. അപ്പോൾ അതിന്റെ ക്യാൻസറാണ് വന്നു. ഒക്കെ നബിയുമായി ബന്ധിപ്പിക്കണം.
നബിയുടെ സൗന്ദര്യത്തിൽ നിന്നാണ് ഹിസാനുകളായ സുന്ദരി പെണ്ണുങ്ങളായ സ്വർഗീയ അപ്സരസുകൾ തസയ്യനത്ത് സുന്ദരികളായിട്ടുള്ളത്, ഭംഗിയുള്ളവരായത് പുണ്യ റസൂലുള്ളാഹിയുടെ അഴകിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്ന് അമിൻഹു, ആ നബിയിൽ നിന്നാണ് ജലാലുൻ, ഒരു ജലാല് വന്നത്. നാറുഹു തതഅജ്ജജു, കുറച്ച് പറയാനുണ്ട്, അത് പറഞ്ഞാൽ അത് തീരൂല. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. കുറച്ചുണ്ട് അത്. അതേ റസൂലുള്ളാഹിക്ക് ജമാൽ ഇതുവരെ പറഞ്ഞ ജമാല, റസൂലുള്ളാഹിക്ക് ജലാലും ഉണ്ട്, ഒരുത്തനും വിടൂല, അങ്ങനെയുണ്ട്. നസിർത്ത് ബി റോബി, ഇന്ന് എല്ലാവർക്കും പേടിയാ. ജലാല് മാത്രമല്ല, ജലാല് കൊണ്ട് ഒരു മനുഷ്യൻ കമാലിയത്തിലാവൂല. എന്തും വേണം, ഇതൊക്കെ ജമാല. എന്തും നബിക്കുണ്ട്, ജലാലുണ്ട്. ജലാല് വന്നാ കഴിഞ്ഞ്, മനസ്സിലല്ലേ? ജമാല് പോരാ, എന്തു വേണം, ജലാലും വേണം. അപ്പൊ ആണിന്റെ സൗന്ദര്യം, ലോകത്തേറ്റവും സൗന്ദര്യം ആർക്കാണ്? ആണിനാണ്. ആണായ മതി, പെണ്ണിനല്ല. പെണ്ണിന് 2ാം നമ്പർ അഴകേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പെണ്ണാക്കാ സൗന്ദര്യം, അയ്യ ഇത്ര വലിപ്പുണ്ടല്ലോ. പെണ്ണിനല്ലടാ സൗന്ദര്യം. ആണിന് എന്തുണ്ട്? ആണിന് സൗന്ദര്യത്തിൽ ജലാലും ജമാലും കൂടും, പെണ്ണിന് ജലാല് കൂടൂല. പെണ്ണിന് ജലാല് വന്നാൽ ആ ജമാലിനത് മോശമാണ്. പെണ്ണിന് ജമാലേ ഉള്ളൂ, ജമാല് പൂർണ്ണതല്ല, ജലാല് വരണം. അലി ഇബ്നു അബീ ത്വാലിബിന് ജലാലുമുണ്ട് ജമാലുണ്ട്, ജലാലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ജമാലുമുണ്ട് ജലാലുമുണ്ട്. സിദ്ദീഖുൽ അക്ബറിന് ജമാലും ഉണ്ട് എന്ന് എല്ലാവരും വിചാരിച്ച്, ജലാല് ജനങ്ങൾക്ക് മനസ്സിലായത് ഹബീബ് വഫാത്തായ ദിവസാ. കാരണം എല്ലാവരും കരഞ്ഞപ്പോഴും സിദ്ദീഖ് അറിഞ്ഞില്ല. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. അത് ജലാലിയത്താണ്. മനസ്സിലായില്ലേ? മനസ്സിലാകൊണ്ട് പറഞ്ഞത്. റോമക്കാരോട് പടവിട്ടാൻ വേണ്ടി പടയെ പറഞ്ഞയച്ച സമയത്താണ് ഇവിടെ സക്കാത്ത് നിഷേധിക്കുന്നത്. അപ്പൊ അടുത്ത പടയെ സക്കാത്ത് നിഷേധികൾക്കെതിരെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഈ നേരത്തെ അതിന് മെനക്കെടണം, ഇല്ല പണി നോക്ക്, ഞാനാളെ പറഞ്ഞേക്കും. അള്ളാന്റെ ഹബീബിന്റെ കാലത്ത് ഒരു ഒട്ടകത്തിന്റെ തെന്നാൾ കയറ് നിശ്ചയിച്ച ആ കയറിന് വേണ്ടിയും ഉക്കാത്തിലും ഞാൻ അവരോട് യുദ്ധം ചെയ്തിരിക്കും. അതെന്താ? അത് ജലാലിയത്താണ്. അപ്പൊ കുറച്ച് പറയണ്ട അവിടെ. ആ അരവരി അടുത്ത ക്ലാസ്സിൽ. ومنه جلال النار تأجج